ഇതാ നോക്കൂ, വെള്ളപ്പൊക്കത്തിന് ഈ ഒറ്റ കാരണം മാത്രമല്ല കേട്ടോ. വെള്ളപ്പൊക്കം തടയാൻ മറ്റു ചില മാർഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വേമ്പനാട്ട് കായലിൽ വെള്ളം ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ 10% മാത്രമാണ് ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ആ വേമ്പനാട്ട് കായലിനെ പരമാവധി നശിപ്പിച്ചു, വിസ്തൃതി കുറച്ചു, ആഴം കുറച്ചു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വെള്ളപ്പൊക്കം തടയാൻ കുഫോസും MS സ്വാമിനാഥൻ ഫൗണ്ടേഷനും നടത്തിയ പഠന റിപ്പോർട്ടുകൾ പാടെ അവഗണിച്ചതും വെള്ളപ്പൊക്കത്തിന് കാരണമായി. 2018 പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ല. വേമ്പനാട്ട് കായലിന്റെ സംഭരണശേഷി കുറഞ്ഞതാണ് വെള്ളപ്പൊക്കത്തിന്റെ ഒരു കാരണം. 8.5 മീറ്റർ ഉണ്ടായിരുന്ന കായലിന്റെ ആഴം എക്കലും മാലിന്യങ്ങളും നിറഞ്ഞ് 1.87 മീറ്ററായി കുറഞ്ഞു. പാടശേഖരങ്ങളിൽ കോൺക്രീറ്റ് ബണ്ട് നിർമ്മിച്ചത് പ്രതിസന്ധിയായി. തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഷട്ടറിന് ഉയരമില്ലാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കി. നമുക്ക് വേണ്ടത് ഈ അധികം വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ എവിടെയെങ്കിലും സ്ഥലം വേണം. ഇതാണ് വേണ്ടത്. അത് സ്റ്റോറേജ് നമ്മുടെ ഡാം കഴിഞ്ഞാൽ പിന്നെ മെയിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ കുട്ടനാട് പാടശേഖരങ്ങൾ, പിന്നെ വേമ്പനാട് ലേക്കും, ഇത് രണ്ടുമാണ്. കുട്ടനാട്ട് പാടശേഖരത്തിൽ ശരിക്കും വെള്ളം പിടിക്കാമെങ്കിൽ ഒരു 800 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം റിട്ടേൺ ചെയ്യാം. വേമ്പനാട് ലേക്കിൽ ഒരു 400 മില്യൺ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ 1200 മില്യൺ ക്യൂബിക് മീറ്റർ, 1.2 ബില്യൺ. മിക്ക ഫ്ലഡിനെ നിർത്താം അതുകൊണ്ട്. പക്ഷേ ഇത് രണ്ടും ഇപ്പം വളരെ മോശമായ സ്ഥിതിയിലാണ്. കുട്ടനാട്ടിലെ കാര്യം പറഞ്ഞാൽ പുറത്ത് കോൺക്രീറ്റ് ബണ്ട് കെട്ടിയേക്കുന്നുണ്ട്, വെള്ളം അകത്തോട്ട് കയറുന്നില്ല. വേമ്പനാട് വീതിയും ആഴവും കുറഞ്ഞതുകൊണ്ട് അതിൻ്റെയും ക്യാരിയിങ് കപ്പാസിറ്റി, വെള്ളം പിടിച്ചു വെക്കുന്നത് 85%, ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് 85% കുറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഒരു ഫാക്ടർ. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, വെള്ളം ഒഴുകിയെത്തുന്ന വെള്ളം അധികം സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടായിരുന്നു. ആ സംവിധാനങ്ങൾ പ്രകൃതിദത്തമായി തന്നെ ഉണ്ടായിരുന്നു. പാടശേഖരങ്ങളാണെങ്കിലും വേമ്പനാട്ട് കായലും ഉണ്ടായിരുന്നു. പക്ഷേ വേമ്പനാട്ട് കായലിനെ കാലങ്ങളായി അവഗണിച്ചതും വേമ്പനാട്ട് കായലിൻ്റെ സംഭരണശേഷി കുറഞ്ഞതും, ഒപ്പം ഈ സ്പിൽവേയിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇവിടെ മാലിന്യം അടിഞ്ഞുകൂടി ഷട്ടറിലൂടെ വെള്ളം പോവാത്തതും എല്ലാം കൂടി ചേർന്നാണ് ഇത്രയും ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കിയത്. വേമ്പനാട്ട് കായലിൻ്റെ സംഭരണശേഷി കുറഞ്ഞത് വലിയ തിരിച്ചടിയായി എന്നാണോ കുഫോസിന്റെ പഠന വിഭാഗം പറയുന്നത്? അർജുൻ മട്ടന്നൂർ. ഡോക്ടർ അരുൺകുമാർ, 2018 പ്രളയത്തിന് ശേഷമാണ് കേരളത്തിൽ ഇത്തരം പഠനങ്ങൾ പലതും നടന്നത്. ആ പഠന റിപ്പോർട്ടുകൾ പലതും അവഗണിച്ചതിന്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ കാണുന്ന ഈ വെള്ളപ്പൊക്കം എന്ന് പറയേണ്ടി വരും. ഇതിൽ പല കാരണങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അതിതീവ്ര മഴ പെയ്യുന്നുണ്ട്. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ പെയ്താൽ പോലും കടൽ നിരപ്പ് താഴ്ന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാറില്ല. പക്ഷേ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ സാധാരണ രീതിയിൽ ഈ കടൽ നിരപ്പ് ഉയർന്നു കിടക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം അത് കടലിലേക്ക് എത്താനും കടലിലേക്ക് അത് ഉൾക്കൊള്ളാനും വളരെ സമയമെടുക്കും. പക്ഷെ ആ സമയങ്ങളിൽ സാധാരണ രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഈ വേമ്പനാട്ട് കായലും അതോടൊപ്പം തന്നെ പാടശേഖരങ്ങളുമാണ്. പക്ഷേ വേമ്പനാട്ട് കായലിന്റെ ആഴം അത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്നതാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് 8.5 മീറ്റർ ആഴമുണ്ടായിരുന്ന വേമ്പനാട്ട് കായൽ നിലവിലുള്ള ആഴം അത് 2 മീറ്റർ താഴെ മാത്രമാണ്. പലയിടത്തും വീതിയും കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാടശേഖരങ്ങൾ, ഏതാണ്ട് 45,000 ഹെക്ടറോളം പാടശേഖരങ്ങളാണ് ഈ വെള്ളം ഉൾക്കൊള്ളുന്നത്. പക്ഷേ ആ പാടശേഖരങ്ങളിൽ ഇപ്പോൾ കോൺക്രീറ്റ് ബണ്ട് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മടവീഴ്ച സംഭവിക്കുന്നില്ല. അത്തരത്തിൽ വെള്ളത്തെ ഉൾക്കൊള്ളുകയോ അത് പുറന്തള്ളുകയോ ചെയ്യുന്നില്ല. പലപ്പോഴും 1-2 മീറ്റർ മാത്രം വീതിയുള്ള ഒരു ഗേറ്റ് മാത്രമാണ് ഈ കോൺക്രീറ്റ് ബണ്ടുകൾക്ക് നൽകിയിട്ടുള്ളത്. അത് 4-5 മീറ്ററെങ്കിലും ആക്കണം എന്ന് നേരത്തെ തന്നെ ശുപാർശ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വേമ്പനാട്ട് കായലിന്റെ ആഴം വർദ്ധിപ്പിക്കണം. അത് ഒറ്റയടിക്ക് ആഴം വർദ്ധിപ്പിക്കുക പ്രായോഗികമല്ല. പക്ഷേ ഘട്ടം ഘട്ടമായി അതിന്റെ മധ്യഭാഗത്ത് നിന്ന് മണലടക്കം എക്കലടക്കം വാരിക്കൊണ്ട് ആഴം വർദ്ധിപ്പിക്കണം എന്നതും ഒരു നിർദ്ദേശമായിരുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ ഏറ്റവും കൂടുതൽ ബാധിച്ചതും ആ ഒരു പ്രശ്നമാണ്. അതായത് പമ്പ, അച്ചൻകോവിൽ ആറുകളൊക്കെ തന്നെ പ്രധാനമായും കടലിലേക്ക് പോകുന്നത് തോട്ടപ്പള്ളി വഴിയാണ്. ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവിടെ അതിന്റെ അടിത്തട്ടിന്റെ ഉയരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത്
4.5 മീറ്ററോളം, അത് ഗേറ്റ് പൂർണ്ണമായും ഗേറ്റുകൾ ഉയർത്തി കഴിഞ്ഞാൽ ഏതാണ്ട് 4.5 മീറ്ററോളമെങ്കിലും ഉയരം ലഭിക്കും. പക്ഷേ അവിടെ ഇപ്പോൾ ഏതാണ്ട് 2-2.5 മീറ്റർ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 1800 ക്യൂബിക് മീറ്ററോളം വെള്ളം പുറന്തള്ളേണ്ട ആ ഷട്ടറുകൾ വഴി ഇപ്പോൾ ഏതാണ്ട് 630 ക്യൂബിക് മീറ്റർ മാത്രമാണ് പുറന്തള്ളുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വേമ്പനാട്ട് കായലും അതോടൊപ്പം തന്നെ പാടശേഖരങ്ങളും കൃത്യമായി വെള്ളം ശേഖരിക്കാൻ കഴിഞ്ഞാൽ ഏതാണ്ട് 1200 മില്യൺ ക്യൂബിക് മീറ്ററോളം വെള്ളം സംഭരിക്കാൻ കഴിയും. അതായത് പാടശേഖരങ്ങളിൽ ഏതാണ്ട് 800 മില്യൺ ക്യൂബിക് മീറ്ററും അതോടൊപ്പം തന്നെ ഈ വേമ്പനാട്ട് കായൽ ഏതാണ്ട് 400 മില്യൺ ക്യൂബിക് മീറ്ററും സംഭരിക്കാൻ കഴിയും. പക്ഷെ അതൊന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. അത്തരത്തിലാണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ വെള്ളം സംഭരിക്കാൻ കഴിയാതെ ഈ വെള്ളം ഈ സമീപ പ്രദേശങ്ങളിലേക്ക്, അതായത് വേമ്പനാട്ട് കായലിന്റെ സമീപ പ്രദേശങ്ങളിലേക്കും മറ്റ് നദികളുടെ സമീപ പ്രദേശങ്ങളിലേക്കും കയറുന്നത്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. അശാസ്ത്രീയമായ പല പദ്ധതികളും ഒഴിവാക്കണം. അതിനുശേഷം ഈ വെള്ളം കൃത്യമായി സംഭരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി തന്നെ പാലിക്കണം. അത്തരത്തിൽ വേമ്പനാട്ട് കായലിൽ ആഴം വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ പാടശേഖരങ്ങളിൽ അശാസ്ത്രീയമായ ബണ്ട് നിർമ്മാണം ഒഴിവാക്കണം. പകരം നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള സാധാരണ ബണ്ടുകൾ നിർമ്മിക്കണം. അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി അടക്കമുള്ള ഇത്തരത്തിലുള്ള പദ്ധതികളിൽ അവിടെയും വെള്ളം കൃത്യമായി കടലിലേക്ക് പുറന്തള്ളാനുള്ള സൗകര്യം വേണം. ഈ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും പാലിക്കേണ്ടത്. ഇതിൽ പലതും വലിയ ചിലവ് വരുന്നതാണ്. പക്ഷേ ഘട്ടം ഘട്ടമായി നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നതാണ് എന്നതാണ് ഈ പഠനങ്ങൾ പറയുന്നത്. അരുകുമാർ, വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്കുള്ള ജലസംഭരണികളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ജലസംഭരണം നടത്താൻ കഴിയുന്ന വേമ്പനാട്ട് കായലിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, വെള്ളം ഒഴുക്കിക്കളയാൻ കഴിയുന്ന തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, കൃത്യമായ സമയത്ത് ഇവയൊന്നും തന്നെ വൃത്തിയാക്കുകയോ ഇതൊന്നും തന്നെ ആഴം കൂട്ടാനുള്ള നടപടികൾ എടുക്കുകയോ ചെയ്യുന്നില്ല. ഇത് കൂടാതെയാണ് പുഴകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും ചെളിയും കല്ലും അതിപ്പോൾ നീക്കം ചെയ്യാം ഉള്ളൊരു തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 2018 പ്രളയത്തിൽ നിന്ന് നമ്മൾ ഒന്നും പഠിച്ചില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.